മോഡലിനെ പറ്റിയാണ് ഫുള്ള് ഡിസ്കസ് ചെയ്ത്. അതിനകത്ത് ആദ്യം നമ്മൾ എന്താ കണ്ടത്? ഡെവലപ്മെൻറ്റ്സ് ലീഡിങ് ടു ബോസ് മോഡലാണ് കണ്ടത് അല്ലേ. അപ്പോൾ എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ബോസ് മോഡലിലേക്ക് ലീഡ് ചെയ്തു എന്നുണ്ട്. അപ്പം ബോസ് മോഡലിന് എന്തൊക്കെ ഫെയിലർ ഉണ്ടെന്ന് മനസ്സിലാക്കി, അതിന് ഫെയിൽ ആവാനുള്ള കാരണമൊക്കെ മനസ്സിലാക്കി. ഇനി അടുത്തൊരു മോഡലിലേക്ക് പോവുകയാണല്ലേ, അതാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ, ടുവേർഡ്സ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. അതിലേക്ക് ലീഡ് ചെയ്ത കാരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേതെന്ന് വെച്ചാൽ ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ. നമ്മൾ കഴിഞ്ഞിടത്തും കണ്ടതാണ് അല്ലേ. ഇവിടെയും ആ പ്രശ്നം ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ ആ ഒരു ഇതുണ്ട്, ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്ററും. രണ്ടാമത്തെ വന്നിട്ട് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഈ രണ്ട് കാരണങ്ങളാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലേക്ക് നയിച്ചത്. ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ ആണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. അപ്പം അതിൻ്റെ അത് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട കാര്യം തന്നെ. ഇപ്പം ഒരു പുതിയ സയൻറ്റിസ്റ്റ് എന്ന് നമുക്ക് പറഞ്ഞു തരുക, ഡി ബ്രോഗ്ലി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഡി ബ്രോഗ്ലി. ഓക്കെ, ഡി ബ്രോഗ്ലി പ്രപ്പോസ് ചെയ്ത് എന്താ? ഡി ബ്രോഗ്ലി പ്രപ്പോസ് ദാറ്റ് മാറ്റർ ലൈക്ക് റേഡിയേഷൻ ഷുഡ് ആൾസോ എക്സിബിറ്റ് ഡ്യുവൽ ബിഹേവിയർ. അദ്ദേഹം പറഞ്ഞു വെച്ചു ഈ മാറ്റർ പോലത്തുള്ള ഈ റേഡിയേഷൻസിനും എന്ത് എക്സിബിറ്റ് ചെയ്യുന്നുണ്ടെന്ന്, ഡ്യുവൽ ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു വെച്ചു. അപ്പോൾ തന്നെ അദ്ദേഹം ഒരു ഇക്വേഷൻ നമുക്ക് മുന്നോട്ട് വെച്ചു. എന്താണ് ആ ഇക്വേഷൻ? ലാംഡ ഇസ് ഈക്വൽ ടു h/mv. എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, വാല്യൂ അറിയാമല്ലോ. എം മാസ്, ഏത് ബോഡിയാണോ ആ ബോഡിയുടെ മാസ്, വി അതിൻ്റെ വെലോസിറ്റി, ലാംഡ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആണ് കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാനുണ്ട്. ഈ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി എന്ന രീതിയിൽ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ഒരുപാട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ലാംഡ ഇസ് ഈക്വൽ ടു h/mv. സിമ്പിൾ ഇക്വേഷനാണ്, ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് ഈ ഒരു മാത്തമെറ്റിക്കൽ എക്സ്പ്രഷനിലൂടെയാണ് പബ്ലിഷ് ചെയ്തത്. ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് സൂക്ഷിച്ചായിരുന്നു, കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ആ കാര്യങ്ങൾ തന്നെ ഇവിടെയും പറയാനുള്ളത്, കുറച്ചൊന്ന് എക്സ്ട്രാ കയറ്റുന്നതന്നേ ഉള്ളൂ. It states that impossible to determine simultaneously the exact position and exact momentum of an electron. ഇപ്പോൾ ഒരു ഓർബിറ്റിൽ നല്ല പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ പൊസിഷനും വെലോസിറ്റി അല്ലെങ്കിൽ മൊമെൻറ്റം രണ്ടും കൂടെ എക്സാക്റ്റ് സെയിം ടൈമിൽ രണ്ടും കൂടെ ഡിറ്റർമൈൻ ചെയ്യുന്നത് വെച്ചാൽ ഇമ്പോസിബിൾ. ചെറിയൊരു ചാൻസ് പോലും പറയുന്നില്ല, ഇറ്റ്സ് ഇമ്പോസിബിൾ എന്നാണ് ആര് പറഞ്ഞു വയ്ക്കുന്നത്? ഹെയ്സൻബർഗ് എന്ന സയൻറ്റിസ്റ്റ് പറഞ്ഞു വയ്ക്കുന്നത്. അദ്ദേഹം ഒരു മാത്തമെറ്റിക്കൽ എക്സ്പ്രഷനും കൂടെ നമുക്ക് മുന്നിലോട്ട് വെക്കുന്നുണ്ട്. എന്താ അത്? ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു h/4π എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ആ ഡെൽറ്റ പി നമുക്ക് മാറ്റി എഴുതാം, എം ഇൻറ്റു പി എന്ന് എഴുതാം. നമുക്കറിയാലോ, മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ അറിയാമല്ലോ. എന്നിട്ട് ഇത് താഴെ കൊടുത്ത് ഇങ്ങനെയൊക്കെ എഴുതി. അപ്പം ഇതിന് നമ്മൾ പല രീതിയിൽ റീഅറേഞ്ച് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇതുമായിട്ട് വേറെ സബ്സ്റ്റിറ്റ്യൂഷനും അങ്ങനെയൊക്കെ വന്നിട്ട് ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇതിൻ്റെ അകത്ത് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് ഏതാണ് റോങ് എന്ന രീതിയിലൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ട് ബാക്കിയുള്ള കൺവേർട്ട് ചെയ്ത് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ മതി, പ്രശ്നമൊന്നുമില്ല. ഇതാണ് ഇക്വേഷൻ കാണാൻ പഠിച്ചിരിക്കുക. ഡെൽറ്റ എക്സിന് ഡെൽറ്റ പി ഗ്രേറ്റർ ഈക്വൽ ടു h/4π, അതാണ് ഇക്വേഷൻ. അത് പഠിച്ചു ചെയ്യണം. ഓക്കെ ആണേ. അതുപോലെ തന്നെ ഈ ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളൊക്കെ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് ഈ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ബോഡീസിലൊക്കെയാണ് ഈ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളൊക്കെ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത്. മാക്രോസ്കോപ്പിക് ബോഡീസിലൊന്നും ഇതിൽ വലിയ റോള് പ്ലേ ചെയ്യുന്നില്ല. ജസ്റ്റ് നെഗ്ലിജിബിൾ ആണ്. മാക്രോസ്കോപ്പിക് ബോഡീസിൻ്റെ കേസൊക്കെ നോക്കുമ്പോൾ ഈ ഒരു വേവ് ലെങ്തൊക്കെ ജസ്റ്റ് നെഗ്ലിജിബിൾ ആണ്. ഇത് മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് മൈക്രോസ്കോപ്പിക് ഒബ്ജക്ട്സിൻ്റെ കേസിലാണ്. അപ്പം നമ്മളിവിടെ പറഞ്ഞു വെച്ചു ഇലക്ട്രോണിൻ്റെ പൊസിഷനും അതുപോലെ തന്നെ വെലോസിറ്റിയും സെയിം ടൈമിൽ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ലെന്ന്. പിന്നെ എന്താ നമുക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ പ്രോബബിലിറ്റി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ സാധ്യത അല്ലേ. അപ്പോൾ ഇന്നൊരു പ്ലേസിൽ ഇലക്ട്രോൺ കാണാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറഞ്ഞു വയ്ക്കാൻ പറ്റും. ബട്ട് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് പൊസിഷനും വെലോസിറ്റിയും കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ എന്താണ് നമുക്ക് പറ്റുന്നത്? പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ആ ഒരു പ്രോബബിലിറ്റിയാണ് നമുക്ക് ഏത് മോഡൽ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ നമുക്ക് പറഞ്ഞിരുന്ന ആ ഒരു പ്രോബബിലിറ്റിയാണ് പറഞ്ഞിരുന്നത്. ഇവിടെ ഇലക്ട്രോൺ കാണാം എന്ന് പറഞ്ഞൊരു പ്രോബബിലിറ്റിയാണ് ഏത് പറഞ്ഞിരുന്നത്? നമുക്ക് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ പറഞ്ഞിരുന്നത്. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം, the branch of science that take into account this dual behavior of matter is known as quantum mechanics. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് വെച്ചാൽ സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ്.
അപ്പോൾ ഈ ഒരു സയൻസിൻ്റെ ബ്രാഞ്ച് എന്തുമായിട്ടാണ് ഡീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ മാറ്ററിൻ്റെ ഡ്യുവൽ ബിഹേവിയറിനെ പറ്റിയിട്ടാണ് ഈ സയൻസിൻ്റെ ബ്രാഞ്ചായ ക്വാണ്ടം മെക്കാനിക്സ് ഡീൽ ചെയ്യുന്നത്. ഈ ക്വാണ്ടം മെക്കാനിക്സ് ഡെവലപ്പ് ചെയ്ത് ആരാന്ന് നോക്കാം. ഈ ക്വാണ്ടം മെക്കാനിക്സ് ഡെവലപ്പ് ചെയ്ത് 2 സയൻറ്റിസ്റ്റുകളാണ് പറയുന്നത്. ഒന്ന് വെർണർ ഹൈസൻബർഗും മറ്റേത് വന്നിട്ട് ഷ്രോഡിഞ്ചറുമാണ്. ഓക്കെ, വെർണർ ഹൈസൻബർഗും ഷ്രോഡിഞ്ചറുമാണ്. ഓക്കെ, അവർ രണ്ടുപേരും കൂടെ കൂട്ടിച്ചേർന്നിട്ട് ഡെവലപ്പ് ചെയ്തൊന്നുമല്ല, അവർ രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വെവ്വേറെ ആയിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു സയൻസിൻ്റെ ബ്രാഞ്ചാണ് ഇത് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫണ്ടമെൻ്റൽ ഇക്വേഷൻ ഏതാണെന്ന് നോക്കാം. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഫണ്ടമെൻ്റൽ ഇക്വേഷൻ ഹാമിൽട്ടൺ സൈ, ഈ ഒരു ഓപ്പറേറ്ററിന് ഹാമിൽട്ടൺ എന്നാണ് കേട്ടോ പറയുന്നത്. ഹാമിൽട്ടൺ സൈ ഇസിക്കൽ ടു ഈ സൈ എന്നാണ് ഫണ്ടമെൻ്റൽ ഇക്വേഷൻ. ഏതിൻ്റെ? ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഫണ്ടമെൻ്റൽ ഇക്വേഷനാണിത്. ഈ ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്ത് ആരാണ്? ഷ്രോഡിഞ്ചർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഈ ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തത്. വലിയൊരു ഇക്വേഷനാണ്. അത് ജസ്റ്റ് നമുക്ക് ഇത്രയും മാത്രം പഠിച്ചാൽ മതി. ഇക്വേഷൻ ജസ്റ്റ് ഇതൊന്നും പഠിച്ചാൽ മതി. ഈ ഇക്വേഷൻ വെച്ചിട്ട് ന്യൂമറിക്കൽസൊന്നും ചോദിക്കുകയൊന്നുമില്ല. ഈ ഓപ്പറേറ്ററിനെ പറ്റിയൊന്നും ഡീറ്റെയിലൊന്നും പഠിക്കണം. ജസ്റ്റ് ഈ ഇക്വേഷൻ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, ഇത്രയും മാത്രമേ ഉള്ളൂ. ഇപ്പം എന്താ പറയുക, MCQ ചോദിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഏതാണ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ കുറേ ഓപ്ഷൻസ് തന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇതാണ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അത്രയേ ഉള്ളൂ നമ്മളുടെ പണി. അല്ലാതെ എൻ്റെ ന്യൂമറിക്കൽസിലേക്കൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആ ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാനുള്ള പ്രോബബിലിറ്റി എങ്ങനെയാണ്? പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷനാണ്. എന്തിന് ഡയറക്ട്ലി പ്രപ്പോർഷണലാണ്? സൈസ് സ്ക്വയറിന് ഡയറക്ട്ലി പ്രപ്പോർഷണലാണ്. ഓക്കെ, ഒരു പോയിന്റിൽ ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ ഇലക്ട്രോൺ ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ ആ ഇലക്ട്രോൺ ഉണ്ട് എന്നുള്ള ആ ഒരു പ്രോബബിലിറ്റി എന്തിന് പ്രപ്പോർഷനാണ്? ഈ ഒരു പോയിന്റിൽ ഇലക്ട്രോൺ ഉണ്ട് എന്ന് ആ ഒരു പ്രോബബിലിറ്റി എന്തിന് പ്രപ്പോർഷനാണെന്ന് വെച്ചാൽ ആ ഒരു പോയിന്റിൻ്റെ സൈസ് സ്ക്വയറിന് ഡയറക്ട്ലി പ്രപ്പോർഷനായിരിക്കും. എന്തെന്ന് പറയുന്നത് ആ ഒരു പോയിന്റ് സൈസ് സ്ക്വയറിന് ഡയറക്ട്ലി പ്രപ്പോർഷനായിരിക്കും ഈ ഒരു പോയിന്റിൽ ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഓർബിറ്റൽസ് ആൻഡ് ക്വാണ്ടം നമ്പേഴ്സ്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് 4 ക്വാണ്ടം നമ്പേഴ്സാണ് പഠിക്കാനുള്ളത്. ഒരെണ്ണം വന്നിട്ട് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അതിനെ നമ്മൾ N എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ വന്നിട്ട് അസിമുത്തൽ ക്വാണ്ടം നമ്പർ L എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ML എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. സ്പിൻ ക്വാണ്ടം നമ്പർ MS എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ച് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഓർബിറ്റിൽ എന്താണെന്ന് നമുക്ക് ഒന്നും കൂടെ നോക്കാം. ഓർബിറ്റ് എന്ന് വെച്ചാൽ നമ്മൾക്ക് അത് പറഞ്ഞത് നമ്മുടെ ബോർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഓർബിറ്റിനെ പറ്റി നമുക്ക് പറഞ്ഞിരുന്നത്. അദ്ദേഹം എന്താ പറഞ്ഞത്? അതൊരു സർക്കുലർ പാത്തായിട്ടാണ് പറഞ്ഞിരുന്നത്. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള സർക്കുലർ പാത്തായിട്ട് പറഞ്ഞിരുന്നു. അവിടെയാണ് ഇലക്ട്രോൺസ് ഒക്കുപ്പൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുമെന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. ആര് പറഞ്ഞു തന്നു? ബോർ പറഞ്ഞു തന്നു അല്ലേ. അദ്ദേഹം ഈ ഓർബിറ്റ് എന്ന കൺസെപ്റ്റ് എന്തിന് അഗെയിൻസ്റ്റ് ആയിരുന്നു? ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പളിന് അഗെയിൻസ്റ്റ് ആയിരുന്നു. ഇങ്ങനെ ഒരു പാത്ത് കണ്ടുപിടിക്കണമെങ്കിൽ ആ ഒരു വെലോസിറ്റിയും പൊസിഷനും ഒരേ സമയം നമുക്ക് അറിഞ്ഞാൽ മാത്രമല്ല ആ ഒരു പാത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. മീൻസ് രണ്ടും കൂടെ ഒരുമിച്ച് എക്സാക്റ്റ് ആയിട്ടുള്ള പൊസിഷനും വെലോസിറ്റിയും കൂടെ ഒരേ സമയം കണ്ടുപിടിക്കാൻ പറ്റില്ല. അതല്ലേ ആര് പറഞ്ഞു വെച്ചത്? ഹെയ്സൻബർഗ് പറഞ്ഞു വെച്ചത്. അപ്പോൾ ഓർബിറ്റിൻ്റെ കൺസെപ്റ്റ് എന്തിന് അഗെയിൻസ്റ്റ് ആയിരുന്നു? ഹെയ്സൻബർഗിന് അൺസർട്ടനിറ്റി പ്രിൻസിപ്പളിന് അഗെയിൻസ്റ്റ് ആയിരുന്നു. ആ മാത്രമല്ല നമുക്ക് മറ്റൊരു കാര്യം കൂടെ അറിയാം. ഒരു ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് വെച്ചാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 2×n². അപ്പം ഫസ്റ്റ് ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് വെച്ചാൽ 2 ഫസ്റ്റ് ഓർബിറ്റിൽ 1 അല്ലേ, അപ്പം 1² 2. സെക്കൻഡ് ഓർബിറ്റിൽ 2×2² എത്രയാണ്? 4. 4×2 8. അങ്ങനെ പോകും അല്ലേ. ഇങ്ങനെയാണ് ഓർബിറ്റിൻ്റെ കാര്യം പറയുന്നത്. ഇനി ഓർബിറ്റിൽ എങ്ങനെയാണ്? ഓർബിറ്റിൽ എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്കൽ കൺസെപ്റ്റാണ്. ക്വാണ്ടം മെക്കാനിക്കൽ മോഡലുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത ഒരു കൺസെപ്റ്റാണ് ഇത് ഓർബിറ്റിൽ എന്ന കൺസെപ്റ്റ്. ഈ ഒരു ഓർബിറ്റലിന് ക്യാരക്ടറൈസ് ചെയ്യുന്ന 3 ക്വാണ്ടം നമ്പേഴ്സാണ് കേട്ടോ. 3 ക്വാണ്ടം നമ്പേഴ്സ്. അതൊക്കെയെന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പറും മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സും. ഈ 3 നമ്പേഴ്സാണ് എന്തിന് ക്യാരക്ടറൈസ് ചെയ്യുന്ന ഒരു ഓർബിറ്റലിനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന. ഇപ്പോഴേ ഒരു ഓർബിറ്റൽ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഈ ഇലക്ട്രോൺ കാണാൻ പ്രോബബിലിറ്റി കൂടുതലുള്ള ഒരു ഏരിയയാണ് ഏതെന്ന് പറയുന്നത് ഓർബിറ്റൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഇവിടെ ഒരു ഓർബിറ്റലിൽ ഇപ്പോൾ ഇതാണ് ഒരു ഓർബിറ്റലിൽ അതിൽ ആകെ 2 ഇലക്ട്രോൺസ് മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺസ് മാത്രമേ ഓക്കുപ്പൈ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഇവിടെയുള്ള ഒരു ഇലക്ട്രോണിന് എത്ര ക്വാണ്ടം നമ്പേഴ്സ് ക്യാരക്ടറൈസ് ചെയ്തതെന്ന് വെച്ചാൽ 4 ക്വാണ്ടം നമ്പേഴ്സ് ക്യാരക്ടറൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഓർബിറ്റലിന് എത്ര ക്വാണ്ടം നമ്പേഴ്സ് ക്യാരക്ടറൈസ് ചെയ്യുന്നുള്ളൂ? 3 ക്വാണ്ടം നമ്പേഴ്സ് മാത്രമേ ക്യാരക്ടറൈസ് ചെയ്യുന്നുള്ളൂ. അതെങ്ങനെയാണെന്ന് എന്തുകൊണ്ടാണെന്നൊക്കെ നമുക്ക് ക്വാണ്ടം നമ്പേഴ്സ് പഠിക്കുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നതാണ്.